ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Xiaomi 17T കുറിച്ചാണ്. ഞാൻ ആക്ച്വലി അത് യൂസ് ചെയ്ത് കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ നോർമലി നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇതുപോലെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ റിവ്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. റിവ്യൂ അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറ്. പക്ഷേ ഞാൻ 17T വാങ്ങിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പ്രൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 60,000 രൂപയ്ക്കാണ്. നല്ല റീസണബിൾ പ്രൈസ് ആണ്. പക്ഷേ അതിൽ കുറേ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 60,000, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ 60,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 5 ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ മെയിൻ ചാനലുണ്ട്, ഗുഡ് ആപ്പൻസ് ചാനൽ. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ Dimensity 8500 എന്ന് പറഞ്ഞൊരു അൾട്രാ പ്രൊസറിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രൊസറോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നമുക്കതൊരു ആ പ്രൈസ് കാറ്റഗറി ഒരുപാട് ഒരു ഷോർട്ടേജ് വരുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് പിന്നെ അതിന് ബിൽഡ് ക്വാളിറ്റി ഫുൾ പോളികാർബണേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ആ പ്രൈസ് കാറ്റഗറിയിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പറയുമ്പോൾ സാധനം ഒരു ക്യാമറ സെൻട്രിക് ഫോണാണ്. ക്യാമറ സെൻസർ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 12 മെഗാ പിക്സലാണ് വരുന്നത്. അൾട്രാ വൈഡ് 12 മെഗാ പിക്സലാണ്. ടെലിഫോട്ടോ 50 വരുന്നുണ്ട്, പ്രൈമറി 50 വരുന്നുണ്ട്, സെൽഫി ക്യാമറ 32 മെഗാ പിക്സലും വരുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. 6500 mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്, 77 ഹൈപ്പർ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, ഹൈപ്പർ OS ആണ് വരുന്നത്, 256 GB ഇൻബിൽഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, UFS 4.1 അതൊക്കെ ടോപ്പ് നോച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതാണ് കുറച്ച് ഡ്രോബാക്സുകൾ വരുന്നത്. പ്രൈസ് നോക്കുമ്പോൾ വലിയ റീസണബിൾ പ്രൈസ് ആണെങ്കിലും പക്ഷേ ഈ പ്രൊസസ്സറിലും ബിൽഡ് ക്വാളിറ്റിയിലാണ് എനിക്ക് ശരിക്കും ആക്ച്വലി ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എടുക്കാനൊരു പ്ലാൻ, അല്ലെങ്കിൽ ഒരു ക്യാമറ സെൻട്രിക് ഫോൺ ഈ കാറ്റഗറിയിൽ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ X200T അല്ലെങ്കിൽ Motorola Signature എടുത്താൽ മതി. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ സെൽ ഔട്ട് ചെയ്തു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ X300ൻ്റെ അതേ ഓൾമോസ്റ്റ് ലുക്കായിട്ട് വരുന്നതാണ് X200T. രണ്ടും കുറച്ച് വലുതാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ OnePlus 13 ഈ പ്രൈസ് കാറ്റഗറിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ OnePlus 13 എന്ന് പറയുമ്പോൾ ഡിസൈൻ മാറി. നമ്മുടെ ഇപ്പോൾ OnePlus 15 ഒക്കെ നമ്മുടെ ഒപ്പോൻ്റെ റെനോൻ്റെ സീരീസ് അല്ല, റെനോ അല്ല, 5X സീരീസിൻ്റെ ഷേപ്പ് ഡിസൈനാണല്ലോ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ ഹൈപ്പർ OS എന്ന് പറയുമ്പോൾ വലിയ നമ്മുടെ ഈ വിവോൻ്റെ ഒറിജിനൽ OSൽ വരുന്ന അതേ പ്രശ്നങ്ങളൊക്കെ അതിലുമുണ്ട്. ബ്ലോട്ട് വൈസും അതുപോലെ തന്നെ എന്താ പറയുക, ആനിമേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒക്കെ നമ്മുടെ എന്തായാലും One UIൻ്റെയും ഓക്സിജൻ OSൻ്റെയും അല്ലെങ്കിൽ കളർ OSൻ്റെയും നടത്തിക്കൊണ്ടൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഷോമിയുടെ സ്റ്റോറൊക്കെ അവൈലബിൾ ആണ്. അതിലൊക്കെ നമുക്ക് ആക്ച്വലി ഒരു ഡെമോ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. എന്ന് വെച്ചാൽ ലുക്ക് ഉണ്ട് ഫോണിന്, അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിം നമ്മുടെ ഒരു Xiaomi 15ൻ്റെയോ Xiaomi 17ൻ്റെയോ ഒക്കെ ലുക്ക് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഫീൽ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ പോളികാർബണേറ്റ് ആണ്, അതിൻ്റെ ഫ്രെയിം അടക്കം പോളികാർബണേറ്റ് ആണ്. അപ്പോൾ അത് ആ പ്രൈസ് കാറ്റഗറിയിൽ എനിക്ക് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല. അല്ലാത്ത പക്ഷം വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50 രൂപ റേഞ്ചിൽ വരികയാണെങ്കിലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും ഈ ബിൽഡ് ക്വാളിറ്റിയും പ്രൊസറും വെച്ചിട്ട് 50 രൂപ റേഞ്ചിൽ വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, എല്ലാ ഫോണുകളുടെയും പ്രൈസ് ഷൂട്ടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. OnePlus ആദ്യം പ്രൈസ് കൂട്ടി, ആപ്പിൾ ഇപ്പോൾ പ്രൈസ് കൂട്ടാൻ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത പ്രൈസിങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഫോൺ കാറ്റഗറിയിൽ ഒരു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു 50,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഫോൺ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മിനിമം ഒരു 60 രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ്. അത്രയും പ്രൈസ് ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയുന്നത് തന്നെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് ചെയ്യാറ്, എന്നിട്ട് നമ്മൾ സെൽ ഔട്ട് ചെയ്യാറ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും Xiaomiയുടെ 17T വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് ഞാൻ ഫൈനാൻഷ്യലൈസ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്താൽ മതിട്ടാ. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാനും മറക്കണ്ട. അടുത്ത കാണാം.